പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ദുർഗ എന്ന അമ്മയുടെ ശക്തി രൂപത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്നുള്ള വരികളാണ് ഇന്ന്. നിസ്തുല നീലചിഗുര നിരപായ നിരത്യയ. നിസ്തുല, തുല എന്നാൽ തുലനം ചെയ്യാനാകാത്തത്, നമ്മൾ തുല്യം എന്ന് പറയുന്നത്. തുലാം രാശി, അതിൻ്റെ ചിഹ്നം എന്താണ്? തുലാസാണ്. അപ്പോൾ ഇവിടെ നിസ്തുല, അമ്മ നിസ്തുലയാണ്. അമ്മയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല. അത് നമ്മൾ സാധാരണ നമ്മളുടെ അമ്മയെക്കുറിച്ച് തന്നെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിലും അപ്പുറം ആഴത്തിലുള്ള ആദിപരാശക്തിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് അമ്മ ദൈവമായി ഇവിടെ തന്നെ നമ്മൾ തൊഴുന്നത് അമ്മയെ. അപ്പോൾ ആദിപരാശക്തിയായ ആ ദേവി നിസ്തുലയാണ്. തുലനം വെക്കാൻ, കമ്പാരിസന് മറ്റൊരു ശക്തി ഇല്ല. അത്രയ്ക്ക് തുലനം ചെയ്യാനാവാത്ത ശക്തിയാണ് നിസ്തുല നീലചിഗുര. ഇത്രയും നേരം അമ്മയുടെ മുൻപിലുള്ള ഭാവങ്ങളെയും രൂപങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ നിമിഷം അമ്മയുടെ പിൻതലക്കെട്ടിലേക്ക് ആജ്ഞാചക്രമെന്ന നീലചിഗുര, നീലമെന്ന നിറത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ നീലമെന്ന ആഴത്തിലുള്ള, ആ കറുപ്പാണോ നീലയാണോ എന്ന് നമുക്ക് സംശയം വരില്ലേ ചിലപ്പോൾ. ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും നമുക്കൊന്ന് തിരിച്ചറിയാൻ പാടുള്ളൂ നമ്മൾ. കാരണം എന്താണ്? രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും. ആ ഒരുപോലെ ഇരിക്കും എന്ന് പറയുമ്പോൾ നിസ്തുല എന്നുള്ള വരിയുമായി ചേർക്കുക. തുലനം ചെയ്യാനാകില്ല, നമുക്ക് തോന്നുന്നതാണത്. ആ തോന്നൽ മനസ്സിലാകുമ്പോഴാണ് നീലചിഗുര. ഓരോ മുടിക്കെട്ടിന്റെ ഇഴകളും അങ്ങനെ തോന്നലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമ്മ. അതാണ് നീലചിഗുര. പിൻഭാഗത്തെ മുടിക്കെട്ടിനെ കുറിച്ചാണ്. അമ്മയുടെ പിൻഭാഗത്തിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് എന്നാൽ ഒരു തരത്തിൽ ഇത് പ്രദക്ഷിണവുമാണ്. നീ കാണുന്ന മുന്നിലെ സൗന്ദര്യം മാത്രമല്ല, ഉള്ളിൽ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പല പല രഹസ്യമായ ഇടങ്ങളുമുണ്ട്. അവിടേക്ക് കൂടിയാണ് അമ്മ ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നീലചിഗുര നിരപായ നിരത്തിയ. നിരപായ, സകല അപായങ്ങളും മാറ്റുന്ന അവസ്ഥ. അമ്മയെ എന്തായാലും ഒരപായവും ബാധിക്കില്ല. അതിനാൽ നമ്മൾ അമ്മയിൽ എത്തുമ്പോൾ, ഉപാസിക്കുമ്പോൾ അപായങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിയില്ല അത്. അത്രയ്ക്ക് ഉറപ്പാണത്. അപായങ്ങൾ വരുന്നു എന്നുള്ള സൂചന നമ്മൾ കാണാറില്ലേ? അപായം, ആ സൂചനകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ട് പോകണ്ട, ഇത് ചെയ്യണ്ട, ഇത് ചെയ്യാം. ആ അപായങ്ങളിൽ നിന്നും അമ്മ മാറ്റിക്കൊണ്ടേയിരിക്കും. നിരപായ നിരത്യയ. ഒരു തരത്തിലുള്ള അത്യാഹിതങ്ങളിലും, ഒരു തരത്തിലുള്ള ആ ഒരു ആപത്തവസ്ഥയിലും അമ്മ നമ്മളെ കുരുക്കിയിടില്ല. ചിലപ്പോൾ എത്തിക്കും, ആ മുനമ്പ് വരെ എത്തിക്കും. അതിനു മുന്നേ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നിട്ടും ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നല്ലോ. അത് ഉറപ്പിക്കലാണ് അടുത്ത വരി. ദുർലഭ, അമ്മ ദുർലഭയാണ്. പോയി ഈസി ആയിട്ട് അങ്ങ് പോയി എടുത്തിട്ട് വരാൻ പറ്റുന്ന ഒരു ശക്തിയല്ല അത്. അതുകൊണ്ടാണ് പറഞ്ഞത് ശക്തി ഉപാസന അത്രയ്ക്ക് തീവ്രമാണ്. തീവ്രമെന്നാൽ പേടിപ്പിക്കുന്ന രീതിയിലല്ല, ആഴത്തിലാണ്. കൃത്യമായ കണക്കുകളും ഉണ്ട്, എല്ലാ രീതിയിലുമുണ്ട് ശക്തി ഉപാസന. നമ്മളുടെ ഭക്തി തന്നെ നമുക്ക് ഒരു ആയുസ് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനോ അനുഭവിക്കാനോ പറ്റില്ല. അപ്പോൾ ഉപാസന തന്ത്രം പദ്ധതിയൊക്കെ വേറെ. ഇവിടെ ഒരു ഭക്തൻ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. ദുർലഭയാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ദുർലഭയാണ്, അമ്മയെ കിട്ടാൻ പാടാണ്, അമ്മയിലേക്ക് എത്താൻ പാടാണ്. പക്ഷേ ദുർഗമ, ദുർലഭ, ദുർഗമ, ദുർഗമമായ വഴികളിലൂടെ അമ്മ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇത് നടക്കില്ല, ഇത് പറ്റില്ല, തടസ്സങ്ങൾ വരുന്നു, ഇങ്ങനെയുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടേയിരിക്കും. പുറത്തും അകത്തും ദുർലഭമാണ്, ദുർഗമമാണ് എന്ന് നമ്മളെ നിരന്തരം നമ്മൾ ഭക്തരായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നിച്ചുകൊണ്ടിരിക്കും. ആ നിമിഷത്തിലാണ് അമ്മ ദുർഗ. ഉള്ളിലുള്ള സകല വാതിലുകളും ചക്രങ്ങളും തുറന്നു തരും. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും പുറത്ത് പല വാതിലുകളും തുറന്നു കിട്ടും. ദുർഗയായിട്ട് മാറും അമ്മ. ശത്രുക്കളെ നിഗ്രഹിക്കും. വേണ്ടതെല്ലാം വരം തരുന്ന ദുർഗാദേവിയായിട്ട് മാറും. ആ ദുർഗയായി മാറിക്കഴിയുമ്പോൾ പിന്നെ ഒരു ചിന്തയുമില്ല. ദുഃഖഹന്ത്രി സുഖപ്രദ. സകലവിധ ദുഃഖങ്ങളെയും അമ്മ ഹനിക്കുകയാണ് ചെയ്യുന്നത്. ഹന്ത്രിയാണ്. ആ ഒരു നിമിഷം ഒരു ഇടയില്ലാതെ അമ്മ സകല ദുഃഖങ്ങളെയും ഹനിച്ചുകൊണ്ട് സുഖപ്രദ. സുഖം എന്നാൽ ഇവിടെ ഒരു
ഫിസിക്കലി നമ്മൾ അനുഭവിക്കുന്ന സുഖം മാത്രമല്ല, ആത്മീയമായി ഉള്ളിൽ അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. ആനന്ദത്തിന് തത്തുല്യമാണ്, എന്നാൽ ഇവിടെ തുല്യം എന്നുള്ള അവസ്ഥയില്ല. അപ്പോൾ ഒരു ലൗകികമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആത്മീയ അവസ്ഥയിൽ എത്താം എന്നുള്ള വരികളാണിത്. അത് നമ്മൾക്ക് മനസ്സിലാക്കി വരുമ്പോഴാണ് അമ്മ ദുർഗയാണ് എന്ന് മനസ്സിലാകുന്നത്. ഇതിന് തുല്യമായി മറ്റൊന്നില്ലല്ലോ എന്ന് നമ്മൾ ഉറയ്ക്കുന്നത്. നിസ്തുല നീലചികുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗാ ദുഃഖഹന്ത്രി സുഖപ്രദ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.